ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് ശില്പ. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്, ഒരു വ്ളോഗൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ 1 മന്തിന് മുകളിലായിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഓണത്തിൻ്റെ ഷൂട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ തിരക്കായിരുന്നു. നമുക്ക് അതായത് മൺഡേ ടു സാറ്റർഡേ വർക്കും ഉണ്ട്, വീക്കെൻഡ്സ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ ബിസി ആയിരുന്നു. അപ്പം പിന്നെ ഓഗസ്റ്റ് 9 തൊട്ട് 24 വരെ ഞാൻ നാട്ടിലായിരുന്നു, ഏട്ടൻ ഇവിടെ ഉടുപ്പിയിലായിരുന്നു. അപ്പോൾ രണ്ടുപേരും 2 സ്ഥലത്തായിരുന്നു. പിന്നെ അതിന് മുന്നേ ആണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, വീക്കെൻഡ്സ് ഒക്കെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനിടയിൽ എനിക്ക് വ്ളോഗും കൂടെ എടുക്കാൻ പറ്റാറില്ല. സോ അതുകൊണ്ടാണ് മെയിൻലി ഇനാക്റ്റീവായി പോയത്. ഇന്നിപ്പം ഒരു വെനസ്ഡേ ആണ്, പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഗണേശ ചതുർത്ഥിയുടെ അവധിയാണ്. അപ്പം എന്നോട് പറഞ്ഞു, ഉങ്കു എന്നോട് പറഞ്ഞു, നിന്റെ യൂട്യൂബ് ഓൾമോസ്റ്റ് ചത്തിട്ടുണ്ട്, അപ്പോൾ എന്തെങ്കിലുമൊക്കെ നീ ഷൂട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ഇട ഇടയ്ക്കൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തു. അപ്പോൾ ഞാനത് സീരിയസ് ആയിട്ട് എടുത്തിട്ട് ഇന്നിപ്പം ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വർക്ക് ഒന്നും ചെയ്യാതെ ഒരു അവധി ദിവസം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്നാൽ ഓക്കെ, ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. കാരണം വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. എൻ്റെ കയ്യിൽ ആക്ച്വലി കുറേ വീഡിയോസ് ഇരിപ്പുണ്ട്, എഡിറ്റ് ചെയ്ത് പകുതിയാക്കി വെച്ചതും എഡിറ്റ് ചെയ്യാൻ തുടങ്ങാത്തതും ഒക്കെ. അപ്പം അതെല്ലാം എനിക്കിനി പതുക്കെ പൊടി തട്ടി എടുക്കണം. പക്ഷേ ഈ വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇത് ഒരു വെനസ്ഡേ ആണ് ഷൂട്ട് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇന്ന് ഞാനത് ഷൂട്ട് ചെയ്ത് ഇന്ന് രാത്രി തന്നെ എഡിറ്റ് ചെയ്ത് ഇന്ന് പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നാളെ ഞാൻ എന്തായാലും ഇത് പോസ്റ്റ് ചെയ്തിരിക്കും. എന്നിട്ട് പുറകെ ബാക്കി വീഡിയോസും അധികം താമസിപ്പിക്കാതെ കൊണ്ടുവരാം. സോ ചത്തുപോയ എൻ്റെ യൂട്യൂബിന് ഉണർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഈ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുവാണ്. സോ ഐ വെൽക്കം യു ഓൾ ടു മൈ ഡേ ഇൻ മൈ ലൈഫ്. വീടിൻ്റെ കോലം കണ്ടോ? ഇന്നലെ നമ്മൾ രാത്രിയിൽ, ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് ഇന്നലെ രാത്രിയിൽ ഇവിടെ ആണ് സിനിമയൊക്കെ കണ്ട് നമ്മൾ ലേറ്റായിട്ടാണ് കിടന്നത്. അതാണ് ബെഡൊക്കെ ഇനി മടക്കി വെക്കണം. പിന്നെ ഇനി ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം ബാഗുകളൊക്കെ അതേപോലെ ഇരിക്കുകയാണ്. ഇനി അതൊക്കെ ഒഴിച്ച് നനയ്ക്കാനുള്ളതൊക്കെ നനയ്ക്കണം, പരിപാടികളുണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി. ഇവിടെ ഒരാൾ ലഞ്ചിന് വേണ്ടി കൂട്ടാൻ ഉണ്ടാക്കുന്നത് തേങ്ങ വറുത്തരച്ച് അതുണ്ടായിക്കൊണ്ടിരിക്കുക. ഞാനിനി എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടിയും കൂടെ വെക്കാം. സോ നമ്മളുടെ ലഞ്ച് സോർട്ടഡ് ആണ്. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ഓട്സ് കഴിച്ചോളാം. ദോശ കഴിച്ചു തരട്ടെ? ഓക്കേ. ഞാൻ നേരത്തെ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ എല്ലാം മാറി കേട്ടോ. ഞാൻ തൽക്കാലത്തേക്കിന് ഒരു ഏത്തപ്പഴം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഏട്ടന് ഒരു മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് റൈസ് കട്ടിലാണ്, അതുകൊണ്ട് അരിയാഹാരങ്ങൾ മാക്സിമം ഒഴിവാക്കിയിരിക്കുകയാണ്. റൈസ് ആയിട്ട് കഴിക്കുന്നത് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിരിക്കുകയാണ്. പിന്നെ നിവൃത്തിയില്ലെങ്കിൽ എന്തെങ്കിലും ദോശയൊക്കെ കഴിക്കുന്നേ ഉള്ളൂ. ഉച്ചയ്ക്ക് ഞാനിപ്പോൾ തൽക്കാലത്തേക്കിന് ഗോതമ്പിന്റെ എന്തെങ്കിലുമൊക്കെ ആവും കഴിക്കുക. പിന്നെ എൻ്റെ ഫ്രണ്ട്സിന്റെ കല്യാണങ്ങൾ ഇങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് അന്നേരം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. റൈസും ഷുഗർ കട്ടും എല്ലാം അന്നേരം ബ്രേക്ക് ആവും. ഒരാളുടെ കഴിഞ്ഞു, ഇനിയിപ്പോൾ അടുത്ത ആളുടെ വരുന്നുണ്ട്. അതിനാണ് ഇനി നെക്സ്റ്റ് ഞാൻ റൈസും ഷുഗറും എല്ലാം കഴിക്കാൻ പോകുന്നത്. സോ അതുവരെ ഇങ്ങനെ ഞാനിവിടെ പൊട്ടറ്റോ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഉച്ചയ്ക്ക് മെഴുക്കുവരട്ടി, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അവിടെ നേരത്തെ കൂട്ടാൻ്റെ നടക്കുക. അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്ലാൻ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഒന്ന്, നമുക്ക് ഈ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ചോറുണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തേക്ക് പോവാന്ന് വെച്ചാൽ കുറച്ച് സെൽഫ് കെയർ ചെയ്യാം എന്നാണ് ഇന്നത്തെ പ്ലാൻ. കുറേ നാളായിട്ടോ ഒരു ഡീടാൻ ചെയ്യണം, പിന്നെ എനിക്കൊരു പെഡിക്യൂർ ചെയ്യണം. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇനി വിളിച്ച് ബുക്ക് ചെയ്തിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ലഞ്ച് കഴിഞ്ഞിട്ട് പതുക്കെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. അധികം സമയമില്ല, നമ്മൾ എണ്ണീറ്റപ്പോ ലേറ്റ് ആയി. 9:30 ആയി തോന്നുന്നു എണ്ണീറ്റപ്പോ. ഇപ്പൊ തന്നെ ഏകദേശം 10:30 കഴിഞ്ഞിട്ടുണ്ടാവും. അതിപ്പോഴും എനിക്ക് കൺഫ്യൂഷനോ? കൈതപ്പൂ മണം എന്റെ ചഞ്ചലാക്ഷിയോ? കൈതപ്പൂ മണം എന്റെ അല്ല. കൈതപ്പൂ മണം എന്തേ ചഞ്ചലാക്ഷി. ഞാൻ പാടുന്ന കൈതപ്പൂ മകൾ എന്റെ ചഞ്ചലാക്ഷി.
മതി, എനിക്ക് മതി. കുഴപ്പമില്ല, മതി. ഞാൻ റൈസ് കട്ടല്ലേ. ഞാൻ മെത്തയൊക്കെ മടക്കി വയ്ക്കാവേ. മധുരമില്ലേ? അല്ലേ? അതെന്താ? നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണിത്. വീടെടുക്കണം എന്ന് വിചാരിച്ചിരുന്നിരുന്നതാണ്, പക്ഷെ ഇതാ ഇവിടെ ഒരാൾ ഗെയിം കളിയാണ്. ഗെയിം കളി. കഴിഞ്ഞോ? ഇനിയും കളിക്കുന്നുണ്ടോ? വൃത്തിയാക്കാം. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഏത്തപ്പഴമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ വിശന്നു. സോ ഞാനൊരു ഹാഫ് പോമിഗ്രാനേറ്റും കൂടെ എടുത്തിട്ടുണ്ട്. സോ ഒരു മിഡ് ഡേ മീൽ പോലെ എടുക്കുന്നത് ഇന്ന് ഇതാ ഹാഫ് പോമിഗ്രാനൈറ്റ് ആണ്. നല്ല വിശക്കുന്നുണ്ട്. വേണോ ഫുഡ്? അയ്യടാ, ഇല്ല, അതിന്ന് ഒരെണ്ണം, ഒരെണ്ണം, രണ്ടെണ്ണം, മൂന്നെണ്ണം ദോശ വെച്ചല്ലേ. ഒരാളിവിടെ റൈസ് കട്ട് ചെയ്യുമ്പോൾ മറ്റൊരാൾ നിറച്ച് ചോറ് നിന്നു. ഇത് ശരിയാണോ? ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ശരിയല്ല. എൻ്റെ കൂടെ റൈസ് കട്ട് ചെയ്യണം. അപ്പം ഞാനിവിടെ ഗോതമ്പ് ദോശ. ഇതാണ് ഒരാളുടെ ലഞ്ച്. ചോറ്, കൂട്ടാൻ, മെഴുക്കുവരട്ടി, നെല്ലിക്ക, തൈര്. മറ്റേ ആളുടേതിൽ ചോറ് മാത്രം റീപ്ലേസ്ഡ് വിത്ത് ഗോതമ്പ് ദോശ. ബാക്കിയെല്ലാം ഉണ്ട് കേട്ടോ. മെഴുക്കുവരട്ടി, കൂട്ടാൻ, നെല്ലിക്ക, തൈര്. സോ ഇതും കൊണ്ട് ഇതെൻ്റെ. നമ്മുടെ ലഞ്ചൊക്കെ കഴിഞ്ഞു. ഞാൻ എന്താ ബാൽക്കണിയിൽ വന്നിങ്ങനെ മഴയൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ചെറിയ മഴയാണ്. ഇനി 3 മണിക്ക് നമുക്ക് സലോണിൽ അപ്പോയിൻമെൻ്റ് ഉണ്ട്. ഇപ്പോൾ 2:15 ഇനി ഒരു 2:45 ഒക്കെ ആകുമ്പോൾ ഇറങ്ങണം. പിന്നെ പതുക്കെ റെഡി ആവാൻ പോവാണ്. ടി വി ഒക്കെ കണ്ട് കുറച്ച് നേരം ഇരിക്കുകയായിരുന്നു. ഇനി പതുക്കെ പോട്ടെ, റെഡി ആയിട്ട് കാണാം. തരാ, ഞാൻ റെഡിയായി. അധികം സമയമൊന്നും എടുത്തില്ല കേട്ടോ. പക്ഷേ മറ്റേ ആൾ കാണിച്ചു തരാം. പുറത്ത് നല്ല മഴയൊക്കെ ആണല്ലോ. അപ്പം ഇങ്ങനെ സോഫയിൽ ചുരുണ്ടുകൂടി പാമ്പൊക്കെ കിടക്കുന്ന പോലെ കിടക്കുന്നുണ്ട്. ഉണർത്താൻ തോന്നുന്നില്ല. ഇത് കൈ ഇതിനകത്തോട്ട് കുത്തി കയറ്റിയോ? പോവാം, വാ, ഞാൻ റെഡിയായി. സാധാരണ എല്ലായിടത്തും ആണുങ്ങൾ നേരത്തെ റെഡി ആയിട്ട് പെണ്ണുങ്ങളല്ലേ ലേറ്റ് ആക്കുന്നത്. ഇവിടെ നോക്ക്, ഞാൻ റെഡി ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക.
ഹലോ മഴ ഇന്ന് ഫുള്ള് മഴയായിരുന്നു. കിടന്നുറങ്ങാൻ നല്ല രസമായിരിക്കും അല്ലേ. നമ്മള് രാവിലെ ബുക്ക് ചെയ്തായിരുന്നു. മുഖത്ത് ഫുള്ള് ടാൻ അടിച്ചിട്ട് കാണിച്ച ഒരു എന്താ പറയാ ടാൻ റിമൂവൽ ഫേഷ്യലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അധികം ദൂരോട്ടൊന്നുമില്ല കേട്ടോ, നമ്മളുടെ അടുത്ത് തന്നെ അതാ ആ കാണുന്ന ടൈം സ്ക്വയർ മോളിനകത്തുള്ളൊരു സലൂണിലേക്കാണ് പോകുന്നത്. അങ്ങനെ 5:30 ആയപ്പോൾ നമ്മളുടെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. വന്നു ഇങ്ങനെ സോഫയിൽ അടിഞ്ഞിരിക്കുകയാണ്. അവിടെ ഒരാൾ ഉറങ്ങി. ഞാനൊരു പെഡിക്യൂറാണ് ചെയ്തത്. ഒങ്കുവിനൊരു ഡീറ്റാൻ ഫേഷ്യലായിരുന്നു ചെയ്തത്. അതിൻ്റെ സുഖം പിടിച്ചിട്ടൊക്കെ ഞാൻ തോന്നുന്നു വന്നു കയറി കടന്നു ഉറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ എൻ്റെ പെഡിക്യൂറൊക്കെ ചെയ്തിട്ട് കാലൊക്കെ നല്ല മനോഹരമായിട്ടുണ്ട്. എൻ്റെ കാലിൻ്റെ സൈസ് ചിലരൊക്കെ ചോദിക്കാറുണ്ട്, എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എനിവേസ് എൻ്റെ കാലിൻ്റെ സൈസ് UK സൈസ് 9 ആണ്. ഭയങ്കര വലിയ കാലാക്കാൻ്റെ. നല്ല ഉറക്കം വരുന്നുണ്ടാകാൻ തോന്നി ഇങ്ങനെ ഉറക്കപ്പിച്ച് പറയുന്നത്. ഒന്ന് ഉറങ്ങിയിരുന്നിട്ടാലോ. ഞങ്ങൾ വരുന്ന വഴി കോഫി ഒക്കെ കുടിച്ചു, കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു. അപ്പം ഇനി വേണേൽ ഒന്ന് ഉറങ്ങാം. പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒന്ന് വേണേൽ ഉറങ്ങി എഴുന്നേക്കാം. ഇന്നത്തെ ഡിന്നർ നമ്മളുടെ ഹസ്ബൻഡിൻ്റെ വകയാണ്. ഹീസ് മേക്കിംഗ് സംതിങ് സ്പെഷ്യൽ എന്നാണ് പറഞ്ഞത്. സോ ഐ എം ഈഗേർലി വെയിറ്റിംഗ് എന്താണ് എന്നറിയാൻ. എനിക്കറിയാം എന്താണെന്നൊക്കെ, പക്ഷെ എന്നാലും ഉറങ്ങി എഴുന്നേറ്റിട്ട് നമുക്ക് ചോദിച്ച് എന്താണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒന്ന് ഉറങ്ങിയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ. ചെറുതായിട്ട് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റു. ഇതാ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്കിനും ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. പുറത്ത് കാണിച്ചു തരാവേ. മോനെ ഭയങ്കര മഴ. ഇവിടെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു, അത് ഈയിടെ കാറ്റത്തിൽ വീണു പോയി. വലിയൊരു ആൽമരമായിരുന്നു. ഇവിടെ ഒരാള് ഇതാ 7 മണിയായപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഡിന്നർ പ്രിപ്പറേഷൻസ്. നല്ല മണം വരുന്നുണ്ട്. ഹലോ, എന്തായി? നല്ല മണം വരുന്നുണ്ട്. എന്താ ഡിന്നറിനെന്ന് പറഞ്ഞൂടെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി? ജാപ്പനീസ് റാമൻ ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് ആക്ച്വലി ഇന്നലെ ഒന്ന് ഉണ്ടാക്കിയിരുന്നത്. സക്സസ് ആയതുകൊണ്ട് ഇന്ന് ഒന്നും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. ഇതെന്താ ഈ വെള്ളം? സ്റ്റോക്ക്, വെജിറ്റബിൾ സ്റ്റോക്ക്. ഇപ്പൊ ബ്രോത്തായി. അപ്പൊ ഞാൻ അധികം ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഞാൻ ഇവിടെ ഇരുന്ന് TV ഉണ്ടോളാവേ. എന്താ? ഓക്കെ, ബൈ. ഇവിടെ ഭയങ്കര സീരിയസ് ആയിട്ടാണ് കേട്ടോ, കാര്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്നുണ്ട്. ബ്രോത്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നോട് ഇവിടെ ഇരുന്ന് TV ഉണ്ടോളാൻ പറഞ്ഞു. സോ നമുക്കൊരു പടം കാണാം. ഹായ്, എന്തായി? ഇതാണ് നമ്മുടെ രാമൻ. ഇതായിട്ടുണ്ടോ? ഇന്നലെ ഞാനത് ഓൾറെഡി കഴിച്ചാണ് കേട്ടോ. ഇത് ബ്രോത്ത് ബൗളിലോട്ട് ആദ്യം എടുക്കും. ഇതാ ഈ ബൗളിലോട്ട് ആദ്യം ബ്രോത്ത് എടുക്കും, എന്നിട്ട് അതിലേക്ക് നൂഡിൽസ് ഇടും. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യും. പിന്നെ മറ്റേ ചില്ലി ഓയിലല്ലേ, ചില്ലി ഓയിൽ ഒഴിക്കും. പിന്നെ സെസമി സീഡ്സും ഇടും അല്ലേ? ഇത്രയാണ്. ഇന്നലെ ഞാനത് ഓൾറെഡി കണ്ടതായതുകൊണ്ട് എനിക്കിതിപ്പോ പറയാൻ അറിയാം. കൈ പൊള്ളിയോ? ഞാൻ ചെയ്യണോ? കൈ പൊള്ളാതെ ഇങ്ങനെ ചെയ്യരുത്. 2 സൈഡിലും പിടിക്കണം ആക്ച്വലി. അത് ഞാൻ പിടിച്ചു തരാം. ഇന്നലെ ഞാൻ എന്താ ഇത് ഞാൻ പിടിക്കാം. 2 സൈഡിലും പിടിക്കും. ആവി തട്ടും കയ്യേ.
പിടിച്ചു തരാമെങ്കിൽ വായോ താ. സ്ട്രെയിനർ ഞാൻ പിടിക്കാം, മറ്റേത് പിടി. രണ്ട് സൈഡിൽ നിന്ന് പിടിച്ചൊഴിക്കണം, അപ്പൊ ആവി തട്ടില്ല. ഇത് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത്രയും സാധനം വേസ്റ്റായി. ഇതുകൊണ്ടാണ് എന്നോട് മാറിയിരുന്നോളാം പറഞ്ഞത്, സഹായിക്കാൻ വരണ്ടെന്ന് പറഞ്ഞതിന്റെ മെയിൻ കാര്യം. ഇത്ര ഉണ്ട്, പക്ഷെ നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് കുറച്ചും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കില്ലേ? സോ നമ്മള് കുറച്ചും കൂടി തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് തിളയ്ക്കുമ്പോ ഇതിനകത്തോട്ട് വീണോളൂ അല്ലേ? ഇച്ചിരി വെള്ളം വേണ്ട. ഇതിങ്ങനെ തിളയ്ക്കുമ്പോ അതിനകത്തോട്ട് വീണ് ഇങ്ങനെ വട്ടത്തിലായിക്കോളും. സെക്കൻഡ് ബാച്ചും കൂടെ വെച്ച് കഴിഞ്ഞപ്പം ഇത്രയും സാധനമുണ്ട്. ഇനി ഇത് നമ്മളുടെ ഷെഫ് ഇതിലേക്ക് എങ്ങനെയാണ് ഇടേണ്ടത്, എങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരും. ഷെഫ്, ഷാൽവി എന്താ അപ്പൊ ആദ്യം ബ്രോത്ത് ഒഴിക്കും അല്ലേ? ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇന്നലെ ഞാനിതൊന്നും ഓൾറെഡി ഷൂട്ട് ചെയ്താണ് സ്റ്റോറി ഇടാൻ വേണ്ടി. അപ്പം എനിക്കറിയാം എങ്ങനെയാണ് സ്റ്റെപ്സ്. ബ്രോത്തല്ലേ ഫസ്റ്റ് ഒഴിച്ചാട്ടെ. ഇതാണ് ബ്രോത്ത്. ഇത് കുറച്ച് കുറവാ. ഇനി നമ്മളുടെ നൂഡിൽസ്. ഇതിനാണോ രാമൻ എന്ന് പറയുന്നത്, അതോ എല്ലാം കൂടെ ചേരുന്നതിനാണോ? ഓക്കെ, ഇപ്പൊ ഇട്ടതാണ് രാമൻ. രാമൻ ഓക്കെ. ഇനി ഡെക്കറേഷൻ ആണ്. സ്പ്രിംഗ് അനിയൻ അല്ലേ? സ്പ്രിംഗ് അനിയൻ ഇട്ടു. ഇനി കുറച്ചും കൂടെ ഇട്ടു. പിന്നെ കുറച്ച് ക്യാരറ്റ്സ് ജൂലിയനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഇട്ടു. ഇത് ഇന്നലെ ഇല്ലായിരുന്നു, ഇത് ഇന്നത്തെ സ്പെഷ്യൽ. ഇനി സെസമേ സീഡ്. ഓക്കെ, അതിലോട്ടു. ഇനി ചില്ലി ഓയിലോ? ചില്ലി ഓയിൽ ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചില്ലീസും കൂടെ വേണം. സോ നമ്മളുടെ രാമൻ ഇവിടെ റെഡിയാണ്. ഓ, ചോപ്സ്റ്റിക് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ചോപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ചോപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. നമ്മൾ ആദ്യം ഇതൊന്ന് ലെവൽ ചെയ്യണം. ലെവൽ ചെയ്തതിന് ശേഷം തം ഫിംഗർ ഫിക്സ് ചെയ്യണം. എന്നിട്ട് മുകളിലത്തെ ഇതുണ്ടല്ലോ, ഇതായിരിക്കണം മൂവ് ചെയ്യുന്നത്. അല്ല, ഇത് ശരിക്കും യൂസ് ചെയ്യാൻ അറിയാവുന്നവർ വേറെ ഉണ്ടാവും, പക്ഷെ നമുക്ക് തൽക്കാലം തം ഫിംഗർ ഫിക്സ് ചെയ്തിട്ട് ഇത് മൂവ് ചെയ്ത് വേണം കഴിക്കാൻ. അറിയാൻ മേലാത്തവർക്ക് വേണ്ടി കേട്ടോ പറഞ്ഞു തരുന്നത്, അല്ലാത്തവരും ഓക്കെ. അപ്പോൾ നമ്മുടെ രാമൻ ഇവിടെ സെറ്റാണ്. സമയം ഇപ്പോൾ 9:30 ആയിട്ടോ. ഇനി ഡിന്നർ കഴിക്കാൻ പോവാണ്. ലൈറ്റ് ഓഫ് ചെയ്തോ, നമുക്കൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിൽ കഴിക്കാം. ഇന്നലെ പടമൊക്കെ കഴിഞ്ഞിട്ട് കുളിച്ച് കിടന്നപ്പോഴത്തേക്കിനും ഒരു സമയമായിട്ടുണ്ടായിരുന്നു. സോ എനിക്കൊരു നല്ല സൈൻ ഓഫ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ എഴുന്നേറ്റു, ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അതാ പണി കയറി. എന്നാൽ ക്വിക്കായിട്ട് ഒരു സൈൻ ഓഫും കൂടെ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയായിരുന്നു കേട്ടോ, ഒരു ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാതെ ഒരു അവധി ദിവസം ഞങ്ങൾ സ്പെൻഡ് ചെയ്തത്. അവിടെ ഇവിടെയൊക്കെ നിന്നും ഇരുന്നും ഒക്കെ തള്ളി നീക്കിയൊരു ദിവസമായിരുന്നു. ഇങ്ങനത്തെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണോ? എനിക്ക് അറിഞ്ഞൂടാ. ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ, കാരണം ഇത് അത്ര കഷ്ടപ്പാടുള്ളൊരു പരിപാടിയല്ല.
ആക്ച്വലി കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോസ് ഒക്കെയാണ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ ടൈം വേണം, അതിന് വോയിസ് ഓവർ കൊടുക്കണം, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആ ഒരു ഡിലേ വരുന്നത്. ഇതിപ്പോൾ ഞാൻ ഇന്നലെ റെക്കോർഡ് ചെയ്തു എന്ന് വേണമെങ്കിൽ എനിക്കിത് പോസ്റ്റ് ചെയ്യാൻ പറ്റും, കാരണം അത്ര എഫേർട്ട് ഉള്ളൂ. സോ കുറച്ച് റിക്വസ്റ്റ്സ് വരാറുണ്ട്, ഡേ ഇൻ മൈ ലൈഫ്, വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, ഇങ്ങനത്തെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. സോ അങ്ങനെയൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി കേട്ടോ, അല്ലാത്തവർ വെറുതെ സ്ക്രോൾ ചെയ്ത് വിട്ടോളുക. സോ കുറച്ച് പേർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും വീഡിയോസ് ആയിട്ട് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.